ഒരു പെണ്ണ് ഭയങ്കര സ്പീഡ് കൊണ്ടൊന്ന് വണ്ടിയിൽ ഒറ്റ നിർത്തില്ലേ. സർപ്രൈസ് നമ്പർ 1. സിനിമയിൽ അഭിനയിക്കാൻ പോകണം. നമ്മുടെ നാട്ടില് ബാറിൽ പോകുമ്പോ പപ്പടം ഫ്രീ കിട്ടുന്ന പോലെ നമുക്ക് അടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ മൈക്കിൾ ജാക്സൺ പോലും പൊറുക്കില്ലേ ഉണ്ണിയേ. എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോ 2 ആള് കൊടുക്കണ്ടോ? എന്ത് നീ ഇത് വിളിക്കുന്നേ? ഇന്നലെ രാത്രി ഇവിടെ എന്തായിരുന്നു? ഇവിടെ യസ്മേ ഇന്നലെ രാത്രി ഇവിടെ എന്തായിരുന്നു? അമ്മ തെറ്റാ? നിനക്ക് ഇന്നലെ രാത്രി പോലെ ഇനി കരഞ്ഞ നിന്റെ രാത്രിയിൽ ഞാൻ ബ്ലാങ്കറ്റിൽ കെട്ടി വയ്ക്കും കേട്ടാ. യസ്മേ ചേച്ചി യു വെരി ഗുഡ് ഗേൾ ചേച്ചി. ഗുഡ് മോർണിംഗ് മാം, ഹൗ ആർ യു? മുടിയൊക്കെ കെട്ടി കണ്ടാ എൻ്റെ കുട്ടി ഇപ്പം എന്ത് ഡീസൻ്റ് ആയിരുന്നൊക്കെ. ദാറ്റ്സ് എ ഗുഡ് വൺ പിങ്കപ്പൻ. ആൻഡ് ഇറ്റ്സ് ഓൺലി 7:30 and you're ready to go to school. How beautiful it is. കീലേറ്റിട്ട് ഇരിപ്പ് വെക്കുക അവിടെ. എന്താ നോട്ടം മിണ്ടണ്ടാട്ടോ നീ എന്നോട്. രാത്രി കിടന്ന് കരഞ്ഞാൽ അവിടെ കിടന്ന് കരയാ. പ്രത്യേക ശുശ്രൂഷയൊന്നുമില്ല കരയുന്ന കുട്ടികൾക്ക്. കെടുക്കുക കരയാ. അമ്മ അന്ന് അമ്മയ്ക്ക് എൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ക്യാൻ യു ഗസ് വാട്ട് ഈസ് ദ സർപ്രൈസ്? അത് പറഞ്ഞപ്പോൾ ഗോൾഡ് ഇപ്പം എന്നോട് പറയാണ് ഞാൻ ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുത്തിട്ടില്ലെന്ന്. 2003 ഗോൾഡ് നിനക്ക് ഞാൻ തന്ന സർപ്രൈസാണ്. ഞാനെന്താ സർപ്രൈസ്? അന്ന് മുതൽ ഇന്ന് വരെ നീ എന്നും രാവിലെ എണീറ്റിട്ടുള്ളത് സർപ്രൈസ് ഓർക്കനെയാ. കൊല്ലത്രേ അപ്പൊ കാര്യം പറയുമ്പോൾ വിഷയം മാറ്റാവുള്ളൂ. 25 long years, quarter century, you know, and every day you had surprise ഇല്ല എന്നാ. ആ 20 വർഷം മുന്നേ എങ്ങനെയായിരുന്നു ഞാൻ അതേപോലെ തന്നെ ഞാൻ മനസ്സിലായോ? കുട്ടി പാപ്പാന്ന് പറയും കേട്ടാ. പറഞ്ഞ പാപ്പാ താത്താന്നാ പാപ്പാ പറഞ്ഞേ. പാപ്പാ പാപ്പാന്ന് പറഞ്ഞടാ. താത്ത മമ്മ മമ്മ താത്ത പാപ്പ മമ്മ. എൻ്റെ വായിൽ ഇങ്ങനെ വിരലിട്ടില്ല ഏത് നേരം പണി. ഇപ്പോൾ മിഞ്ഞാന്ന് പഠിപ്പിച്ചെടുത്താ ഞാൻ കടിക്കാനായിട്ട് അല്ലേ. മാമ മാമ ഗോൾഡ് പറയണത് ഇന്നലെ ആദ്യത്തെ തവണ യസ്മയെ കരഞ്ഞതിന് ശേഷം ഒരു 3 മണിയാകുമ്പോൾ അവൾ എണീറ്റിട്ട് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു. ഞാൻ അറിഞ്ഞില്ല അന്ന്. എനിക്കത് കേട്ടിട്ട് കൊതിയായിട്ട് പോകില്ല. അങ്ങനെ ആദ്യമായിട്ട് ഗൈസ് ഞാൻ കുട്ടികൾ കരഞ്ഞിട്ട് അറിയാണ്ട് ഉറങ്ങി. ഐ വാസ് സോ ടയേർഡ് ലാസ്റ്റ് 3 days വീഡിയോ എഡിറ്റിംഗ് ആൻഡ് സ്റ്റാഫ്. സോ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഹണ്ടിങ് സീരീസിൻ്റെ എഡിറ്റിങ്ങും പരിപാടിയും എല്ലാം ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഐ ആം ലിറ്റിൽ ബിറ്റ് ഫ്രീ ഫ്രം ടുഡേ. ഡെയിലി വ്ളോഗ്സ്, എഡിറ്റിംഗ് ഓൺലി. എൻ്റെ ബേബി ആയി കേട്ടാ. ഞാൻ എൻ്റെ ബേബിനെ മാറ്റി. ചവിട്ടേനെ നന്നായി. അത് ഇത് അതിന് തൊടാൻ പറ്റില്ല കീലേരിനെ. കീലേരിയാണോ നല്ല കീരിക്കാടനാണ് നല്ലത്? കീലേരിയ മുടിയും മുഖം സ്വഭാവമൊക്കെ ഉണ്ട്. കീലേരി വെച്ചാൽ നല്ലത്. അച്ചു എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ പേരും കൂടിയാ. അപ്പോൾ കീലേരി അച്ചു. ഞാൻ മൈക്ക് വിഴുങ്ങിയിട്ട് രാത്രി അതിൻ്റെ വയറ്റിൽ നിന്ന് പാട്ട് കേൾക്കും കേട്ടാ. ഇല്ല ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ തന്നെ യു ക്യാൻ സീ മീ മച്ച് റിലാക്സ്ഡ് ടുഡേ. സീ അത് കാരണം ഇന്ന് സർപ്രൈസ് കൊണ്ടുവയ്ക്കുക. ലിറ്റിൽ ബിറ്റ് ഓഫ് ഗ്രൂമിങ് ആൻഡ് സ്റ്റഫ്. വേണ്ട നിങ്ങൾ കോഴിക്കോട്. എൻ്റെ അമ്മ രാവിലെ മുടി കറുപ്പിക്കാനായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഇപ്പം എൻ്റെ അമ്മ എസ്മേ ബേബി വേർ ആർ യു? Here I am. ഞാൻ പാട്ട് പാടാം അവിടെ ഇരിക്കട്ടെ. ഏറെ സ്കിന്നി വെയിറ്റ് ആയിട്ട് ഫെദർ വെയിറ്റിലേക്കുള്ള കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇന്ന് ഞാൻ ഉടുപ്പ് നാപ്പി ഇടാൻ നോക്കിയപ്പോൾ അരക്കെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അവൾ ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് മേ ബി ഇൻ എ ഗ്രോത്ത് സ്റ്റേജിലാന്ന് തോന്നുന്നു. ഇപ്പോൾ ബോഡി ഈസ്
ജീനോം എല്ലാം ആക്ടിവേറ്റഡ് അവൾ ഓൺ ദാറ്റ് മോഡാ. ഇവള് ഉറക്കത്തിൽ കരയണ മോഡായ കാരണം എങ്ങനെ ഇരിക്കണേ ഗുണ്ടർ. ചിരിക്കണ് സൗണ്ട് ഉണ്ടാക്കിയില്ല. ശുണ്ടി മാമു ടൈം വേർ ആർ യു. കയ്യടി കൈ വളഞ്ഞു നിന്നിട്ട് തരാം. ഗുഡ് ഗേൾ വാട്ട്. അവന്റെ മുകളിൽ നിന്നിട്ട് വെള്ള ആ മുട്ട ആ കട്ട് പൊക്കോളും. കണ്ടു ഞാൻ കണ്ടു. അത് നാവൊന്ന് മുറിഞ്ഞത് രണ്ടാവണതാ. നീ പാമ്പാവും കുറച്ച് കഴിയുമ്പോ. എന്നിട്ട് 2 നാക്ക് വരും. നീ കണ്ടിട്ടില്ലേ പാമ്പിന് 2 നാക്ക്? അങ്ങനെയാവും ചില കുട്ടികൾക്ക്. അറിയില്ലേ ചില കുട്ടികളുടെ നാവ് വലുതായി കഴിയുമ്പോൾ കൊണയടി കൂടുന്ന സമയത്ത് സ്പ്ലിറ്റ് ആയിട്ട് 2 ആവും. ശരിക്കും അങ്ങനെയാണ്. അത് നമ്മുടെ ബിഹേവിയറായിട്ട് ബന്ധമുണ്ട് അതിന്. ഇപ്പൊ സെർച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 3 ആവും. ഇപ്പൊ നീ അത് തീർക്ക്. യു ക്യാൻ സെർച്ച് ലേറ്റർ. ഇതിപ്പോ എന്താ സ്പീഡ്? ഇതെന്തിപ്പോ കൈ 2 പിടിച്ചിട്ട് വേണം ഫുഡ് കൊടുക്കാൻ കേട്ടാ ഈറമ്മയ്ക്ക്. കാരണം ഈറമേരെ 2 JCB കൈകൾ ഇളകിക്കൊണ്ടിരിക്കും. പോരും 6ാമത്തെ ഉരുളയിൽ പെഗ് പോകുമ്പോൾ ഇത് 4 5. ഓക്കെ ഗായ്സ്, ഡൺ ഫോർ ദ ഡേ മോർണിംഗ് സെഷൻ. ഇന്ന് 2 പേരും ഒട്ടും തന്നെ മുട്ട കഴിച്ചിട്ടില്ല. ഒരു 3 സ്പൂൺ അവള് കഴിച്ചാ. ഒരു മുട്ട പൊരിച്ചിട്ട് ഒരു മുട്ടയുടെ അത്ര തന്നെ ബാക്കിയുണ്ടല്ലോ. ആണോ പണ്ട നീ പറക്കാത്ത ഇല്ല. നീ ഇതൊക്കെ നീ സംസാരിക്കണത് എന്റെ പരിപാടിയല്ല. ഈ വണ്ടി കൊണ്ടുവന്നിട്ട സമയത്ത് ഒരു പെണ്ണുമ്പിള്ള ഇതിന്റെ ഇടത്തെ സൈഡില് ഗോൾഡ് കുട്ടീനെ ആ സൈഡിൽ നിന്ന് നിൽക്കുക. അവിടെ ആ പാർക്കിങ്ങിൽ തന്നെ ഒരു പെണ്ണ് ഭയങ്കര സ്പീഡിൽ കൊണ്ടുവന്ന് വണ്ടിയിൽ ഒറ്റ നിർത്തില്ലേ. ഗോൾഡ് കുട്ടീനെ എടുത്തോണ്ടിരിക്കുകയാണ് വണ്ടിയിൽ നിന്ന് ബാക്കിൽ നിന്ന്. ന്യൂസിലാൻഡിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കാർ പാർക്കിൽ നിന്ന് ഒരു ഡോർ തുറന്ന് ഒരു കുട്ടി ഇറങ്ങണ സമയത്ത് എന്നിട്ട് ഗോൾഡ് ഇറങ്ങിപ്പോയി. ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ പെണ്ണുമുള്ള വന്നപ്പോൾ ചീത്ത വിളിച്ചു. ചീത്തല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും കുട്ടികളുണ്ട്. പ്രിങ്ങു കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ അവിടെ നിന്നൊരു കുട്ടീനെ എടുക്കുന്ന സമയത്ത് ആ പെണ്ണ് വന്നിട്ട് ഇതേപോലെ തന്നെ ഭയങ്കര സ്പീഡ്. പിങ്ങല്ല, നീ വന്ന് കണ്ടാലും നീ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൊച്ചു ഇനിയിപ്പോ വേഗം ഒരു 3 വയസ്സായ കൊച്ചു വണ്ടിന്ന് ഇറങ്ങിയ അങ്ങടെ ഓടിയല്ലോ. ഇത് 2 സെക്കൻഡേ അവളുടെ അടുത്ത് പറഞ്ഞപ്പോ പറയണേ യു ഷുഡ് ബി മൈൻഡ്ഫുൾ. ഒരു കാറിന്റെ ഉള്ളിൽ നിന്ന് കുട്ടീനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കണത്രേ. കാറിന്റെ ഉള്ളിൽ തലയിട്ടെടുക്കുന്ന ആളെ എവിടേക്കാൻ നോക്കണേ. അപ്പൊ ഞാൻ നീ നോക്കുക വെച്ചപ്പോ പറയണേ ഞാൻ നോക്കൂ എനിക്ക് 360 ഡിഗ്രിയിൽ കണ്ണുണ്ടെന്ന് കാണാൻ പറ്റുമോ അത്രേ. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ ഒക്ടോബസ് അല്ലെന്ന്. ഇങ്ങനെ എല്ലായിടത്തേക്കും കണ്ടിട്ട് കുറിച്ചാണ്ടേ ഞാൻ അങ്ങനാണാ. ഞാൻ അങ്ങനെ പറയാ ഐ ഡു മൈ തിങ്സ്. ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ തിങ്സ് ഒന്നും ചെയ്യുന്നില്ല. നീ മര്യാദയ്ക്ക് തിങ്സ് റൂൾ നോക്കിയിരുന്ന് പഠിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ ചൈൽഡ് കെയറിൽ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ ഒരു കാപ്പി തരാനല്ല. ഞാൻ കാരണം രാവിലെ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചില്ല. സർപ്രൈസ് നമ്പർ 1. ഈ നമ്പർ 2 ഉണ്ട്. ചിയേഴ്സ്. ഓ സർപ്രൈസ് 2 കാപ്പി എവിടേക്ക് കുടിച്ച് ഇറക്കണേ. നിനക്ക് ശരിക്കും 2 കാപ്പി കുടിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല കേട്ടോ. നീ വർക്ക് ഫ്രം ഹോമാ ഇന്ന്? ശരിയാ, നല്ല ചൂടുണ്ട്. ഓർഡർ ഇവിടെ എത്തിയതല്ല ഗുഡ് ന്യൂസ് അല്ലേ? മോൻ്റെ ഡെലിവറി വന്നു. കള്ളിൻ്റെ ഡെലിവറി ഡിലേ. എൻ്റെ ഇമെയിൽ കുട്ടിക്ക് ഞാൻ അയച്ചു തന്നില്ലേ? കള്ള് now they showing still delayed 13th. Happy now? Yeah. I don't know man, now I know what. സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന്. അത് ഞാൻ എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ. ഇനിയിപ്പോൾ എന്തിനാ സിനിമയിൽ അഭിനയിക്കണം? I'm quite famous man. Let's go outside, eat. Come. We go to Ruth Bar, just eat lunch. That is a surprise. Okay. Isn't it good? കുളിക്കണം, പല്ല് തേക്കണം. നിന്റെ ചുണ്ടുമാരെ കടിച്ചേ തത്തമ്മ ചുണ്ടി. ഇവിടെ എന്താ കുരു? Somebody is loving me. Now you eat sugar then? Did you? എന്ത് ഷുഗർ? മോൻ്റെ കൂടെ കഴിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നലെ ചിലപ്പോൾ ബീൻസ് കഴിച്ചിട്ടായിരിക്കും. അറിയില്ല. യാ സോ ഇന്ന് ഗോൾഡേക്ക് ഇന്നേ വരെ ഞാനൊരു ലഞ്ച്, കാരണം ഗോൾഡ് കൂടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ ലഞ്ചിന് കൊണ്ട് എൻ്റെ കൂടെ ഒരു ദിവസം ലഞ്ചിന് വേണ്ടി
എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നുണ്ട്, മോൻ അറിയില്ലേ? നിനക്ക് ഞാൻ ഇതിന് പകരം ഹേയ് ബേബ് വാട്ട് യു വാണ്ട് ഈറ്റ് ഫോർ ലഞ്ച് എന്ന് ചോദിക്കുന്ന കേൾക്കണല്ലേ. സോ ഇന്ന് ഞങ്ങൾ ബോത്ത് ഇവിടെ സൂപ്പർ റെസ്റ്റോറൻറ്റ് ഇതിന് മുന്നേ നമ്മൾ ഇവിടെ കാട്ടിയിട്ടുണ്ട്. റുത്പയിൽ ഇവിടെ കഴിക്കാം. എന്നൊരു സ്ഥലം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ 5 കഴിച്ചിട്ട് വരാമെന്ന്. ഓക്കെ വി ആർ റെഡി ടു ഗോ ഔട്ട് സൈഡ് അല്ലേ? ഗോൾഡ് വെരി ഹാപ്പി. കുക്ക് ലഞ്ച്. കുക്ക് ലഞ്ച് ഞാൻ ഇനി പണ്ടരക്കാലി എന്നെ കൊണ്ട് ഉച്ചയ്ക്ക് കുക്ക് ചെയ്യിപ്പിക്കാം. എന്താ ഗോൾഡ് എന്താ മാറി സ്ട്രെസ്സാണ് ഗോൾഡക്ക്. ഗോൾഡ് രാവിലെ കുട്ടികളുടെ പാൽപ്പൊടി ഓർഡർ ചെയ്തത് ഇതായില്ല. നമ്മളാണ് ഇന്ന് ഫുള്ള് പ്രശ്നമുള്ളൂ. രാവിലെ അപ്പം നമ്മൾ എന്നെ ചീത്ത വിളിച്ചു. ഇന്ന് ഫിഷിങ്ങിനെ പ്ലാൻ ചെയ്ത് ഫിഷിങ് ക്യാൻസലായി, പകുതി വഴിയിലെ ക്യാൻസലായി. So all bit of a disappointment. That's the beauty of life, honey. Life has to be like that. Friction. Oh, so maybe നിനക്ക് ഇന്ന് രാവിലെ എൻ്റെ നിന്ന് ചാർജ് ആയിട്ടുണ്ടാവും. അതായിരിക്കും. അവരെപ്പോഴും ചെയ്യണ മിസ്റ്റേക്ക് ആണ്. നെക്സ്റ്റ് ഡോറിൽ ഒരു വണ്ടി വന്ന് ഇറപ്പുണ്ടല്ലോ. അതാണോ? DHL അല്ല. ഓക്കെ സോ ലഞ്ച്. എന്താ ഗോൾഡ് നീ ഒറ്റയ്ക്കാണോ പോണേ? ആണോ? മോഹൻലാൽ പറഞ്ഞ എനിക്ക് ലഞ്ച്. അപ്പൊ ഞാൻ ലഞ്ച് കഴിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ ഈ കാറുമ്പോൾ ഇങ്ങനെ ചാരിക്കുക. ഇതാട്ടെ നമ്മുടെ നല്ല അടിപൊളി സ്ഥലമാട്ടെ ഈ റുത്തുപ്പ. നല്ല അടിപൊളി ഫുഡാണ്, റീസണബിൾ പ്രൈസാണ്, ആൽക്കഹോളുണ്ട്, എല്ലാം ഉണ്ട്, ക്ലീൻ ആൻഡ് ടൈഡി ആണ്, ബ്യൂട്ടിഫുൾ ആണ്. ഗോ വാ. ഞാൻ വരണം. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടല്ലേ, വേഗം കഴിച്ചിട്ട് പോകാനാ. ശരിയാ, ബ്രേക്കിലാണല്ലോ അല്ലേ. ഞാൻ ചിക്കൻ ഓർഡർ ചെയ്യാം കേട്ടോ. ചിക്കനാണ് ഇവിടുത്തെ ഏറ്റവും നല്ലത്. നീ എന്തിനാ ഓർഡർ ചെയ്യണേ? ആലു പറാത്ത, മുറുക്ക് കടായി, ഒരു ലാം കബാബ് 2 സ്ലൈസ്, ഒരു ബട്ടർ ചിക്കൻ, ഐ മീൻ തന്തൂരി ചിക്കൻ. ഒരാൾക്ക് കൂടെ കാലെത്തുന്നില്ല എന്നും പറഞ്ഞിട്ട് നിന്റെ ഡ്രിങ്ക് എത്തിയല്ല. ഡ്രിങ്ക് പക്ഷെ കാണാൻ രസമുണ്ട്. കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? മസാല. ഇവിടെ പപ്പടം ഫ്രീ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ ബാറിൽ പോകുമ്പോൾ പപ്പടം ഫ്രീ കിട്ടുന്ന പോലെ ഇവിടെ പപ്പട് ഫ്രീ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പപ്പട്. നല്ല മസാല പപ്പട, ജീരക പപ്പടം. ഓ തന്തൂരി ചിക്കൻ ഹീപ്സ്. താങ്ക് യു. തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞപ്പോൾ തന്തൂരി ചിക്കൻ അതെ. നിങ്ങൾക്ക് അടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ പോലെ. ഓ സോസിൽ മുക്കണം, ഒന്നിനും മുക്കി നല്ല ലവ്ലി. പച്ച കുറച്ച് കളർ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ലതാണോ? സോഫ്റ്റ് ആണോ? ഗുഡ്. ഫുഡ് നാളത്തെ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട്. സാധാരണ വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മളവിടെ പോകുമ്പോൾ അലമ്പാവാറുണ്ട്. ഇതുവരെ കുഴപ്പമില്ല, ഇതുവരെയ്ക്കും പ്രശ്നമില്ല. തന്തൂരി ചിക്കൻ, ഒരു തന്തൂരി ചിക്കൻ ഇവിടെ $26 കേട്ടോ. പക്ഷേ ന്യൂസിലാൻഡിൽ $26 കൊടുത്തിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ 3 കഷ്ണമേ കിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ചിക്കനാന്ന് തോന്നുന്നുണ്ട്. തന്തൂരി ചിക്കൻ ഇത്രയും ചീപ്പായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഇതേപോലെ തന്തൂരി ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണല്ലോ എനിക്ക് കിട്ടിയത്. ഈശ്വരാ, ആദ്യമേ തന്നെ ബ്രസ്റ്റ് ആണല്ലോ. എന്താ ഞാൻ കഴിക്കുന്നിടത്ത് മുഴുവൻ ഇങ്ങനെ കൊള്ളേ. ഞാൻ കഴിച്ചോ? താങ്ക് യു. നീ ചായയും പറഞ്ഞില്ല? ഓ താങ്ക് യു. വേണ്ടെന്നല്ലേ പറഞ്ഞ. കുടിച്ചോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ അവസാനം കൊണ്ടുവരാനാ പറഞ്ഞ. നല്ല ചായ. മറ്റേ ചായയിൽ ഡെസേർട്ടിൻ്റെ പോലെ ഇതായിരിക്കും. ചിക്കൻ കൊള്ളാമോ? നാളെ കഴിക്കണം. ഞാൻ ന്യൂസിലാൻഡിൽ വന്ന് കഴിച്ചാൽ ലാമ്പിൻ്റെ ഇന്ത്യൻ സ്റ്റൈൽ കബാബ് അല്ലെങ്കിൽ ചോപ്പിൽ നമ്പർ 1 ഇവിടെ കേട്ടോ. നല്ല പണിയറിയവൻ്റെ ആള് ഇതിനകത്തുണ്ട്. അതിലൂടെ ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു, അയാളായിരിക്കും അല്ലേ? സ്പ്രിങ്ങിന് ഒരു 1/4 പീസ് വയ്ക്കുക അല്ലേ? ഇവിടുത്തെ നാൻ ബ്രെഡ് നമ്മുടെ ഗോതമ്പിൻ്റെ അട പറഞ്ഞപ്പോൾ ഒരു ഗോതമ്പിൻ്റെ അട ഒരു ദിവസം ചുട്ട് കഴിക്കണം. അമ്മ ഇന്ന് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഉണ്ടാക്കി തരുന്ന ഇതാ. ഇവിടുത്തെ നല്ല ആലു പൊറാത്ത കേട്ടോ. എന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല, അതിൻ്റെ വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും. ആലു പൊറാത്ത നല്ല ഫ്രഷാണ്, നല്ല നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ഒരു ലേശം ആലു പൊറാത്തയിൽ എന്തോ ഒരു സാധനം കുറവുണ്ട്. ജീരകണോ? അത് പഴതായെന്നല്ല, പൊട്ടയെന്നല്ല പറയണേ. പക്ഷെ എന്തോ ഒരു കംപ്ലീറ്റ് ഇല്ലായ്മ അല്ലേ? നല്ല സോഫ്റ്റ് പക്ഷേ അല്ലേ? നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ പണ്ട്
ഇവിടെ എവിടെ ആലുപറാട്ട കിട്ടാന്ന് കുറേ അന്വേഷിച്ച് നടന്ന ഓർമ്മയില്ല. That was a good lunch. Beautiful. You happy now? അല്ലേ ഫുള്ളായി കൊള്ള ജീരകം മുട്ടായി തിന്നിട്ട് എല്ലാവരും ഊണ് കഴിച്ച് കഴിഞ്ഞാൽ കൈയിട്ട് തിരുമ്പോ ആ കുപ്പിയില് ഇല്ലേ ഊണുണ്ട് അവിടെ. കണ്ടാ ഞാനൊക്കെ നേരെ ഇങ്ങനെ കണ്ടില്ലേ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ജീരകം മുട്ടായി ഇതൊക്കെ വെച്ചിട്ട് സാധാരണ കൈ കഴുകിയിട്ട് മൂത്രം കൂടി വെച്ചിട്ട് വന്നിട്ടാണ് ആളുകൾ ഇത് എടുക്കുക. പറയാൻ പറ്റില്ല. പിന്നെന്താ എല്ലാത്തിലും ഈ മൂത്രവും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. എന്നിട്ട് അത് തിന്നിട്ട് ചോദിക്കും നമ്മള് പച്ചറിച്ച് തിന്നിട്ട് കണ്ടാമിനേറ്റ് ആവില്ലേ അന്തമാരി ആൾക്കാർ ഇല്ല എത്ര മൂത്രം കുടിക്കണ നമ്മളല്ലേ. സ്വന്തമാകുമ്പോ കുഴപ്പമില്ല. ഈ വക സാധനങ്ങളൊന്നും ഞാൻ പോയി തൊട്ടില്ല. വേണമെങ്കിൽ പച്ചറിച്ചല്ല ചീഞ്ഞറിച്ച് ഇത് സ്പൂൺ വെച്ചിട്ടുണ്ട് കുപ്പിയിലാണ്. എന്നോട് അങ്ങനെ പറയല്ലേ. ന്യൂസിലാൻഡ് സ്കൈ ലുക്ക് ബ്യൂട്ടിഫുൾ സ്കൈ. പതുക്കെ കറക്കടാന്നല്ല നിങ്ങളിപ്പോൾ ആലോചിച്ച്. ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ നല്ല രസം എനിക്ക് കണ്ടാ. നല്ല രസമുണ്ട് ആ ചുമന്ന റാം ട്രക്ക് കാണാനായിട്ട്. ഇല്ല ഇങ്ങനത്തെ റാമിൻ്റെ ട്രക്ക് കൂടെ വല്ലപ്പോഴേ കാണാറുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല കളർ നല്ല ഗ്രില്ലൊക്കെ അല്ലേ കൊള്ളേ. സൂപ്പറായിട്ടുണ്ട്. നമ്മളൊരു മറ്റേ 70 സീരീസ് ഒരു അല്ലേ ഒരു ടൊയോട്ട മേടിക്കണം എന്ന് വിചാരിച്ചു. സത്യമായിട്ടും അത് കുറച്ച് റഫാണ് ഓടിക്കാനായിട്ട്. ബട്ട് വി വിൽ ബൈ വൺ അല്ലേ. സിറ്റി ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു പുതിയ സീരീസ് 70 സീരീസിൻ്റെ ടൊയോട്ട. ദാറ്റ്സ് us. നീ കൂടുതൽ പണിയെടുത്തിട്ട് എനിക്ക് 70 സീരീസ് മേടിക്കാൻ പണിക്ക് പോകണ്ടെന്ന് 70 സീരീസ് ക്യാൻസൽഡ്. Let it go. I'm a damn in the Dumbanchu. Let it go, let it go. I'm a damn in the Dumbanchu. Chirikata esme your fussy fan. Let it go, let it go. None. കണ്ട എൻ്റെ പാട്ട് ലിസൺ ചെയ്യുന്ന കുട്ടിയെ കണ്ട നീ അതിന് മുകളിൽ വെക്കണടാ. ഒരു പൈസ ഫണ്ട് എടുപ്പിക്കുക എന്നെ കൊണ്ട്. ആ ചെടിയാന്നൊക്കെ ഉറുപ്പ ആയിരാന്ന് പറഞ്ഞു കളയും. എന്താ മതി ആൾക്കാർ. ഏയ് ലാരിക്കോ അതേതാ പാട്ട്? ആ ഉമ്മ എന്നാണോ? അമ്മ ഈ സമയത്തൊക്കെ ഉമ്മ വരും. രാത്രി 12:30 ഉറക്കത്തിൽ നിന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇന്നലെ 2 കുത്ത കുത്തിയട്ടാ കട്ടിലും ഇട്ടിട്ട്. 2 കോമ വരച്ച് കാണും നീ. അടിക്കളിക്ക മണ്ണല്ല പള്ളിക്ക മണ്ണല്ല. അമ്മ ഒന്നും ചെയ്യില്ല. അമ്മ നല്ല വെള്ളപ്പസ് ഇത് വെച്ചിട്ടുള്ള ആളാ. ആ ട്രെയിൻ ഏവിക്കോ പ്രിങ്ങ് കുറെ കാലം നോക്കി നിന്ന ട്രെയിൻ ഏത് അല്ല പ്രിങ്ങ. നല്ല രസമുണ്ട് ട്രെയിൻ പോണ് കാണാൻ. നല്ല കളറുള്ള ട്രെയിൻ നോക്കിയറിയോളുടെ. Where they were laying down on that bed. Esme was Elsa. She was Anna. On her photos. She was Anna and she was Elsa. She was കുതിര. ഓക്കെ അമ്മ കെട്ടിയെടുത്ത് വെച്ചോ പോയേക്കാം. ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടാ. നമ്മുടെ എസ്മയ്ക്ക് ഗായ്സ് ഒരു പുതിയ അസുഖം ഉണ്ട് കേട്ടാ. എസ്മേനെ നമ്മളുണ്ടല്ലോ നിങ്ങളുടെ ആർക്കെങ്കിലും ഉണ്ട്. ഇപ്പൊ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന എച്ചമൂട്ടനെ നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാല് അപ്പ കാലുമ്പോ മുള്ളൂത്തും. നോക്കിയോട്ടാ നോക്കിയേ എച്ചമ്മേ. ഏറക്കി ഓൾറെഡി മുള്ളു കുത്തി കഴിഞ്ഞു. കടാ 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 കണ്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അസുഖം? നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാ? നോക്കിയേ കണ്ടാ കട 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 മുള്ളു മുള്ളു. അയ്യോ ഞാൻ അവിടെ മുള്ളോട്ടെ നോട്ടെ. ഓ ശരിയേട്ടാ. അയ്യോ മുള്ളു 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 മുള്ളു. എവിടെയാ മുള്ളു കുത്തണേ? നിനക്കുണ്ടാ? എന്നാ ചേച്ചി ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വരണേക്കളും മുന്നേ ഇവിടെ എന്തൊരു സമാധാനമായിരുന്നു അറിയോ. വായിൽ ഒരു അരക്ക് ഒഴിച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അത് പിന്നെ എന്നോടെ ഇരുന്നോളില്ല. എന്റെ പൊന്നു കുഞ്ഞെ ഒന്ന് കളിക്കാവോ ഒന്ന്? നീ പറയാനായിട്ടോ നിന്റെ ഡാൻസ് ഞാൻ അവിടെ കാണുന്നില്ല. അത് നിനക്കറിയാവോ? നീ ഈ കളിക്കുന്ന ഡാൻസ് മുഴുവൻ 24 മണിക്കൂറും കാണുന്നത് എൻ്റെ അച്ഛനും അമ്മയും 2 പിള്ളേരെ. മൈക്കിൾ ജാക്സൺ പോലും പൊറുക്കില്ലേ ഉണ്ണിയേ. ഇതെന്താ മൈക്കിൾ ജാക്സൺ ഏറുണ്ടാ? മൈക്കിൾ ജാക്സൺ പറക്കാൻ പോകുന്നോണ്ട് മൈക്കിൾ ജാക്സൺ വീഴുന്നു പറഞ്ഞിട്ടപ്പോ.
പേര് ഓ ആ കുട്ടി ഇപ്പോൾ പോയനായിരുന്നു അവിടെ നിന്ന് ഓ അമ്മാമ്മയ്ക്ക് സന്തോഷമാവട്ടെ. അമ്മാമ്മ ചെറുപ്പത്തിൽ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ പിലേ 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 അമ്മമ്മ are you listening or what? അമ്മമ്മ ഓർക്കണ്ട നമ്മുടെ ബാലേട്ടൻ്റെ വീട്ടിൽ മറ്റേ സ്മിതേച്ചി നിഷേച്ചിയുടെ ഒക്കെ വീട്ടിൽ നിന്ന് രാവിലെ മൈക്കിൾ ജാക്സന്റെ പാട്ട് വെക്കണമെന്ന് ഞാൻ ഈ പാട്ട് വന്ന് പാടുമ്പോൾ അമ്മമ്മ എപ്പോഴും പറയാം പീല പീല പീല. അമ്മമ്മ പറഞ്ഞിട്ടോ ഒന്നും മൈക്കിൾ ജാക്സൺ പാല് കിട്ടാൻ വേണ്ടിയിട്ട് പീലേ ഞാൻ പറയാം മൂൺ വാക്ക് ഇല്ല ഇങ്ങനെ ചെയ്യാൻ അറിയോ? This is the main part. എനിക്കറിയാം മൈക്കിൾ എനിക്ക് ആശയം മാത്രമേ അറിയുള്ളൂ കൈ ആ just pila 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 just pila 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 oh what a pila ദേവിനോട് എക്സസൈസ് ചെയ്യാ ഭയങ്കര ബഹളം. ഞാൻ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അവരെങ്കിലും പണി നടക്കട്ടെ. ബാ ഏറെ പകുതി വഴിയിൽ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് TV കാണാം. ഏറാ അങ്ങനെ പോണേ വീട്ടുമുളത്തി നേരെ പോലെയാ. യെസ് ബാ യു വാച്ച് TV നോ കാം. ഞങ്ങൾ ഡേവിഡ് ആറ്റൻബറോൻ്റെ ഒരു പ്രോഗ്രാം കാണുകയാണ് കേട്ടാ. അമ്മ ഇതാക്കുന്ന സമയത്ത് എന്താ ലൈറ്റ് ഫയർഫ്ലൈ എന്താ ഡേവിഡ് ആറ്റൻബറോ ഷൈൻസ് എ ലൈറ്റ് ഓൺ ഗ്ലോയിങ് ആനിമൽസ്. അതാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഏറാ ലുക്ക് പാമ്പിച്ചി Are you not watching? Aren't you? Esma, you want to go there? Okay, എസ്മയ്ക്ക് അങ്ങോട്ട് പോകണം. അവളവിടെ കയറി നിന്നു. അപ്പോഴേക്കും കുട്ടി വരികയാണ്. കുട്ടി കാണാം. ഗുഡ് ഗേൾ. So as we said earlier, this is kids dinner. നമ്മളിന്ന് ഉച്ചയ്ക്ക് മേടിച്ച ചിക്കൻ ഇല്ലേ, ആ ചിക്കൻ യോഗട്ട് കുറച്ച് അവക്കാഡോ. പ്രിങ്ങു മേക്കിംഗ് ഹെയർ ലഞ്ച് ഫോർ ടുമോറോ. അത് കണ്ടമാനം ചിക്കൻ ഉണ്ട് കേട്ടോ പ്രിങ്ങ. പ്രോബബ്ലി കുറച്ച് നിനക്ക് നിന്റെ ഇന്നത്തെ ഡിന്നറിന് എടുക്കാം. ഓക്കെ എന്നിട്ട് നോക്കുക അത് മതിയൊന്ന്. ദ റെസ്റ്റ് നീ സോ കുറച്ച് ചിക്കൻ നമുക്ക് ഇവിടെ ബാക്കിയുണ്ട്. ആൻഡ് മൈ ഫേവറേറ്റ് POV, വാട്ട്സ് വൺ ഡിന്നർ ഫോർ ബേബ്. Okay guys, there we go. Our beautiful dinner time. It's my. We all had a little bit of a lunch today from outside. Now your turn. ആദ്യമായാലും ടപ്പ കുട്ടി ഒന്ന് വാ തുറക്കും. ഹിപ്പോപ്പൊട്ടാമസിന്റെ പോലെ കേട്ടാ. ഹിപ്പോപ്പൊട്ടാമസ് ആണ്. നോ എന്ത് ഈ കുട്ടി ഇങ്ങനെ കാണിക്കണെന്ന് ആരോട് ചോദിക്കണേ? അങ്ങോട്ട് കൊടുത്താൽ വരണ ഇങ്ങോട്ട് തിരിച്ചു തരും. അത്രയ്ക്ക് നന്മ മരാ. ടെസ്റ്റ് ഇത് കഴിക്കാൻ പറ്റുമെന്ന് ടേസ്റ്റ് ഉണ്ടോ? സംശയരോഗ്യ. ഇനി വേറെ ഒന്നുണ്ട്. ഇത് പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ ഇനി രണ്ടുപേരും പരസ്പരം ജീവനുണ്ടോ എന്ന് നോക്കുമായിരിക്കും. എന്തൊരു താഴെ നോക്കണ രണ്ടുപേരും കുഴൽക്കിണർ കുഴിച്ച് നോക്കണ്ട. One of those days രണ്ടുപേരും ഡിന്നർ കഴിച്ചില്ല. Maybe മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല. അയ്യോ കൂട്ടിനൊക്കെ ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ അറിയണേ. ഇതൊക്കെ ഒന്ന് വാടേ. ഓക്കെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടില്ല. എവിടെ കൊണ്ടാ അവരുടെ ഭക്ഷണം കളഞ്ഞാ നീയേ? ഒരു 2 കഷ്ണമാണ് ആ കൂടി കഴിച്ചത്. ബട്ട് വി നോട്ട് സെർവിങ് എനി അതർ ഫുഡ്, നോ ഓൾട്ടർനേറ്റീവ്സ്, നത്തിങ്. നിങ്ങളുടെ റെഗുലർ സ്ലീപ്പ് ഫീഡ് ഉണ്ട് കേട്ടാ. എന്നാ അങ്ങോട്ട് പോക്കുന്നുണ്ട്. ഗുഡ് ഗേൾ. എന്നാ എസ്മേ 3 ദിവസമായി മഹാലമ്പാണ്, ലോകാലമ്പ്. പോക്കോ പാല് കുടിച്ചോ? ദാറ്റ്സ് സോ ഗുഡ്. ഇത്ര ഇതിൻ്റെ പകുതി കഴിച്ചാ അതോ കളഞ്ഞാ? ഇതിന് ആകെ 2 ഉരുളയാണ് കഴിച്ചത്. എന്തായാലും ഡിഡ് ഈറ്റ് അറ്റ് ഓൾ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിച്ചോണ്ടോ ഒന്നുമല്ല. ദേ ഫുൾ അല്ലെങ്കിൽ ദേ ഡോണ്ട് വാണ്ട് ടു ഈറ്റ്. നമ്മൾ സംടൈംസ് നോട്ടീസ് ചെയ്തിട്ടുണ്ട് ചില ഇങ്ങനെ ഒരു ഗ്രോത്തിൻ്റെ ഓരോ സ്റ്റേജിൽ അവർ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കാതിരിക്കും. ഇങ്ങനെ ഒരു പാറ്റേൺ വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വല്ല ക്രീം ചീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ലേശം ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ വേറെ കാപ്സ് റിച്ച് ഫുഡ് അങ്ങനെ കൊടുക്കാറില്ല. വെറുതെ ആവശ്യമില്ലാത്ത ശീലങ്ങൾ പഠിപ്പിക്കണ്ടല്ലോ. പിന്നെ ഇഫ് എ ചൈൽഡ് ഈസ് ഹംഗ്രി ദേ വിൽ ഈറ്റ് 100%. ഇതെന്താ കുട്ടി ആട്ടുംകുട്ടി പാൽ കുടിക്കുന്ന പോലെയാണല്ലോ കുടിക്കുന്നത്. പല വേഷം കെട്ടുണ്ട്. കടയിലേക്ക് പാൽപ്പൊടി മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതാണ് ഈ ചെറിയൊരു മാങ്ങ. ഇങ്ങനത്തെ ഒരു മാങ്ങ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടില്ല.
ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, വളരെ റിസ്കി ഷോട്ടാണ് ഇത് മേടിക്കൽ. $6 രണ്ടെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ. സോ ലെറ്റ് സി 6 നല്ല പഴുത്തേക്ക് മേടിച്ചാൽ ചിലപ്പോൾ ചീഞ്ഞിട്ടുണ്ടാവും. നല്ല സോഫ്റ്റാണ് കേട്ടോ, അത് പൊതുവെന്ന് ഇരിപ്പുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട് ഇരട്ട കുട്ടികളുള്ള കാരണം. ഇത് ആപ്റ്റമിൽ ഗോൾഡ് +2 ആണ്. ഇത് ഹാഫ് പ്രൈസിന് നമുക്ക് 6 വെച്ച് വീട്ടിലേക്ക് വരും. പക്ഷേ കൊറിയർ ഡെലിവറിക്കാർ ഇന്ന് എന്തോ അത് വേറെ ആരുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഗോൾഡ് അത് വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി കിട്ടിയില്ല. ഇന്ന് അവരെന്നെ വിളിച്ച് വലിയ കംപ്ലയിൻറ്റും റീഫണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നെയ്ബറിൻ്റെ വീട്ടിലേക്കാണ് പോയത്, ഭാഗ്യത്തിന് അവർ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ സാധനം വീട്ടിൽ തീർന്നു പോയി. ദാറ്റ്സ് എ ഗ്രേറ്റ് ഹെൽപ്പ് ഫ്രം ദ ഗവൺമെൻറ് സൈഡ് കേട്ടോ. ട്വിൻസുള്ള വീട്ടുകാർക്ക് ഹാഫ് പ്രൈസിന് പാൽപ്പൊടി. ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ? ടാക്സ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയെങ്കിലും ഇടയ്ക്ക് ഒരു ഗുണം ഉണ്ടാവട്ടെ. പൈസ കുറച്ചധികം കൊടുക്കണ്ടേ. ഒരു പൈനാപ്പിളും കൂടെ എടുത്തു, നല്ല പൈനാപ്പിളാന്ന് തോന്നുന്നു, കുറച്ച് വാടിയിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ തന്നെ ഇവിടെ കിട്ടും. കോൾഡ് കൺട്രി, വാട്ട് എൽസ് യു ക്യാൻ എക്സ്പെക്ട്. ഹായ്, നല്ല രസം. എല്ലായിടത്തും മഞ്ഞ, ഇത് മഞ്ഞ. ഞാൻ വേറെ രസം കേൾക്കണം. ഇത് നോക്ക്, ഈ മാങ്ങ ബില്ലടിച്ചപ്പോഴാണ് ഞാൻ നോക്കിയത് ഇന്ത്യൻ മാംഗോ എന്ന് എഴുതിയിട്ടുള്ളത്. ചന്ദ്രകാലയാണോ ഇനിയിപ്പോൾ സൂപ്പർമാനാണോ എന്നറിയില്ല, ശക്തിമാൻ. നന്നായി. കൃഷ്ണമണി നോക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, കഴുകനായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത് ഇടത്തെ സൈഡിൽ. ഞാനേ ഈ പാൽപ്പൊടിയുടെ എത്ര റുപ്യ നമ്മൾ ഇന്ന് മേടിച്ചത് $31 ഉണ്ട് ഗോൾഡ് പാൽപ്പൊടി. ശരിക്കും ഈ പാൽപ്പൊടിക്ക് അപ്പം നിനക്ക് എത്ര റുപ്യക്ക് കിട്ടണേ? $17 ആക്ച്വലി ഈ ഇതിന് നമ്മൾ മേടിക്കുമ്പോൾ. ഹാഫ് പ്രൈസിന് കിട്ടണേ $31 നമ്മൾ ഇന്ന് ഇതിന് കേട്ടോ മേടിച്ചപ്പോൾ. അപ്പോൾ എക്സാക്ട്ലി ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസിന് നമുക്ക് ഈ സാധനം കിട്ടും. ആരെങ്കിലും ട്വിൻസ് ന്യൂസിലാൻഡിൽ ഉണ്ടെങ്കിൽ പ്ലീസ് യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബൈ മിൽക്ക് പൗഡർ. നിങ്ങൾക്ക് അറിയില്ല വെച്ചെങ്കിൽ കേട്ടോ. ഗോൾഡ ഡിന്നർ കഴിക്കുന്നില്ല, ആലു പൊറാത്ത കഴിച്ചിട്ട് ഫുള്ളായെന്ന് പറഞ്ഞാൽ ഞാനും ഓൾമോസ്റ്റ് സെയിം അവസ്ഥയാണ്. ആലു പൊറാത്ത എപ്പോൾ കഴിച്ച് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് നാൻ ബ്രെഡ്, പൊറാത്ത, ഉരുളക്കിഴങ്ങ്, പിന്നെ അത് കഴിഞ്ഞു പരിപാടി. അപ്പം ഈ ചിക്കൻ പീസിൽ ഞാൻ എൻ്റെ ഡിന്നറിൽ നിന്ന് തീർക്കണം കേട്ടോ. ഒരു ലാമ്പും കൂടെ കഴിച്ചേക്കാം. ചിലപ്പോൾ എന്താ കുഴപ്പമില്ല, ഉറങ്ങാൻ കിടക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ വെക്കും രാത്രിയിൽ. ഇനി കുളി, പാല് കൂടി കഴിഞ്ഞു, കുളി, തേവാരം, അത് കഴിഞ്ഞാൽ സ്ലീപ്പ് അല്ലേ? ഏറമാ കം വി സേ ബായ്. അമ്മയ്ക്ക് താഴെ കുറച്ചുകൂടി ക്ലീനിങ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ പൂപ്പാ. Aaron കിട്ടില്ല, സൈഡിലേക്ക് ഐറൻ പ്ലേസ് അഗൈൻ. വി ഡു വൺ മോർ ടൈം. എസ്മയൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് വീട്ടിൽ നിന്ന് പറയാം. പിള്ളേരുടെ ആക്ഷൻ ആക്കുക അങ്ങനെ വെച്ചോ. അത് വീണ്ടും പറയും നമ്മൾ 2 തവണ. ദേ വാച്ച്. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ പൂപ്പാ. മണ്ടികളാണ്, മണ്ടി. സ്ലീപ്പോ.